തന്നോടല്ലേ ഇവിടുന്ന് പോകാൻ പറഞ്ഞേ? എടോ സാറ് വന്ന വെറുതെ പ്രശ്നം ഉണ്ടാക്കും. എടോ തനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? സാർ ഇതേ വന്നോണ്ടിരിക്കുക, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. നിങ്ങളൊന്ന് പോയേ ഇവിടുന്ന്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താ ഇവിടെ ഇത്ര നോക്കി നിൽക്കാൻ മാത്രം? ഒന്ന് പോയേ. എടി ഇന്നലെയല്ലേ നിനക്ക് 5000 രൂപ തന്നത്? അതിനുള്ളിൽ തന്നെ നീ അത് തീർത്തോ? ശരി ശരി, സാറ് വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. സാർ, എന്താ സംഭവം? ഒരു പെണ്ണിന്റെ ഡെഡ് ബോഡിയാണ് സാർ. പീസ് പീസായിട്ട് വെട്ടി ഒരു ചാക്കിനകത്ത് കെട്ടി വലിച്ചെറിഞ്ഞിട്ടുണ്ട് സാർ. വയസ്സ് എത്ര ഉണ്ടാവും? ഏകദേശം ഒരു 20-25 ഉണ്ടാവും സാർ. എടോ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കല്ലേ, ഒന്ന് പോയേ. സാർ, ചൂണ്ടുവിരൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സാർ. Good morning, sir. Yes, sir. It's an unidentified body, sir. എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർ. നിയർ ഗ്രോസറി പാലം സർ.
ഓക്കെ സർ. സർ, ഇതിലും സിമിലാരിറ്റീസ് ഉണ്ട് സർ. ഇതിലെയും ചൂണ്ടുവിരൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ജീവിതം എന്ന് പറഞ്ഞ വളരെ ഭംഗിയുള്ളതാന്നാ പറയാറ്. എന്നാ വിധിയോ അതെപ്പോഴാ പാത മാറി പോവാന്നറിയില്ല. നമ്മുടെ സന്തോഷങ്ങൾ കണ്ണ് ചിമ്മുന്ന നേരം കൊണ്ട് ഇല്ലാതായി തീരും. സ്വന്തം എന്ന് പറയുന്ന എല്ലാവരെയും നമ്മളിൽ നിന്ന് അകറ്റി നമ്മളെ ഒറ്റയ്ക്കാക്കി വേദനിപ്പിച്ച് നോക്കി നിൽക്കും. അത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ അനുവദിക്കില്ല. ആ വേദനയോടെ വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ. ഹായ് ഡാഡി മൈ ഡാഡി മൈ ഡാഡി മൈ ഡാഡി ഇതെന്റെ ഭർത്താവാ. എനിക്ക് എന്റെ ഡാഡിയാ നീ പോ. വഴക്കുണ്ടാക്കാതെ, നിങ്ങൾ രണ്ടുപേരും എന്റെ മുത്തുമണികളല്ലേ. അതൊന്നും പറ്റില്ല അച്ഛാ. ആരുടെങ്കിലും ഒരാളുടെ പേര് പറ. രണ്ടുപേരും ആ മോളെ. ഡാഡി ആരെങ്കിലും ഒരാളുടെ പേര് പറ ഡാഡി. എപ്പോഴും നീയാണ് എന്റെ ചെല്ലക്കുട്ടി. താങ്ക് യു ഡാഡി. ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട വേണ്ട, നല്ല ആഹാരം കഴിച്ച് ഒരുപാട് ദിവസമായി. നീ പോയി റെഡിയാവ്, നമുക്ക് വെളിയിൽ നിന്ന് കഴിക്കാം. ഞാൻ ഉണ്ടാക്കിയ പോരെ? അതാ പറഞ്ഞില്ലേ നല്ല ആഹാരം കഴിക്കാൻ പോവാന്ന്. ഡാഡി ഇന്ന് മമ്മിയുടെ ബർത്ത്ഡേയാ. ഡാഡി ഇന്ന് വിഷ് ചെയ്യാൻ മറന്നില്ലേ? അമ്മയ്ക്ക് ഇന്ന് സർപ്രൈസ് കൊടുക്കാൻ പോവാ. നീ അമ്മയോട് പറയല്ലേ. ഡീൽ? ചക്കരെ ചക്കരമുത്തേ, എപ്പോഴും നീയല്ലേടി എനിക്ക് ഫസ്റ്റ്. എപ്പോ നോക്കിയാലും ഇതന്നെ പറഞ്ഞോളൂ. വാ തുറന്ന നുണയെ പറയും. എന്താ പറഞ്ഞേ? നീ നുണയെ പറയൂന്ന്. പ്രേമിക്കുന്ന സമയത്ത് നുണ മാത്രമേ പറയാറുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഏയ്, ദൈവത്തിനാണ് സത്യം ഞാൻ പറയുവാടി. എനിക്ക് എപ്പോഴും നിന്നെയാടി എനിക്കിഷ്ടം. ഏത് ദൈവത്തെ കുറിച്ചാ? നിന്റെ ദൈവത്തെ കുറിച്ചോ അതോ എന്റെ ദൈവത്തെ കുറിച്ചോ? രണ്ട് ദൈവമാണ് സത്യം ഞാൻ പറയുവാടി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നെയാടി. ഞാൻ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കില്ല. എന്തിനാ നീ പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞേ? അത് പിന്നെ എന്താന്ന് വെച്ചാ, അത് എന്റെ കെട്ടിയോൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കുവാണെങ്കിലേ നൈറ്റ് ഉറങ്ങണം, ടയർഡാകുന്നു എന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് ഫുൾ മീൽ കിട്ടത്തില്ലല്ലോ. ദിയ നോക്കിപ്പോ. ദിവ്യ നീ ലോക്ക് ചെയ്തിട്ട് വാ, ഞാൻ താഴെ പോയി നിക്കാം. ദിയ നിക്ക്. ആന്റി നിക്കാണ്ടി. ഹായ്, എന്നിട്ട് വിശേഷം ദിയ? ആന്റി എന്റെ ഡാഡി ഫോറിനിൽ പോയിട്ട് എനിക്ക് ചോക്ലേറ്റ് വാങ്ങിട്ട് വന്നിരിക്കുക. വെരി നൈസ്, താങ്ക് യു, സോ സ്വീറ്റ്. ഹലോ, ഹായ്
ഹൗ യു? ഐ എം ഗുഡ്. ഹൗ ആർ യു? ഐ എം ഗുഡ് ടു. ഡാഡി വന്നപ്പോ തന്നെ പുറത്തേക്ക് പോവാണോ ദിയ? ആ ഹായ്. ഹായ്, ഓഫീസിലേക്കാണോ? അതെ, ടൈമായി. ഇപ്പൊ പോണം. നിങ്ങളുടെ മോളാ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തേ. ആന്റി ആ, ഇന്ന് ഞങ്ങള് ഡാഡിന്റെ കൂടെ പുറത്ത് ഫുഡ് കഴിക്കാൻ പോവാണല്ലോ. നൈസ് ടാ. എൻജോയ്. ബൈ. ബൈ. എന്നാ വരട്ടെ. ബൈ. ബൈ. വാ, ലെറ്റ്സ് ഗോ. നമുക്കിറങ്ങാം. വെൽക്കം മാം. വെൽക്കം സർ. ഹായ് മാം. ഹലോ സർ. വെൽക്കം സർ. ഇവിടെ വന്നിരിക്കൂ. ഇരിക്കൂ സർ പ്ലീസ്. മമ്മി വാരി കണ്ട മമ്മി. ഓടി. Happy birthday to you. ദിയ, മമ്മി ഇനി അങ്ങോട്ട് എന്താ സംഭവിക്കാന്ന് പോലും അറിയാണ്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. എടാ അളിയെ നിർത്ത് നിർത്ത് നിർത്ത്. ഇന്നലെ കൊച്ചിയിൽ നടന്ന പോലീസ് വെടിവയ്പിൽ തീവ്രവാദ സംഘത്തിന്റെ തലവനും 4 കൂട്ടാളികളും കൊല്ലപ്പെട്ടു. ഇവർ പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബ എന്ന തീവ്രവാദ സംഘവുമായി ബന്ധമുള്ളവരാണെന്നും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടന്ന സ്ഫോടന പരമ്പരകളിൽ പങ്കുള്ളവരാണെന്നും പോലീസ് പറയുന്നു. ദിയ, എന്താ ചെയ്യുന്നേ? എന്തുപറ്റി മോളെ? മമ്മി എനിക്ക് ഒരുപാട് വിശക്കുന്നുണ്ട്. ഒന്നുമില്ല കഴിക്കാൻ ഇവിടെ.
അല്ല നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നേ? ഡേറ്റ് ഇന്ന് 20ആയി. വാടക തരണം എന്നുള്ള ഒരു വിചാരമില്ലേ നിങ്ങൾക്ക്? അയ്യോ സർ, ഞാൻ അടുത്ത മാസം ഒന്നിച്ച് തന്നോളാം. എന്തോന്ന് അടുത്ത മാസം? എന്നെ കാണുമ്പോ പിച്ചക്കാരനായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? വീട്ടിൽ തന്നെ അടയിരുന്ന പൈസ എന്താ ആകാശത്ത് മഴ പോലെ വീഴുന്നാണോ വിചാരിക്കുന്നത്? ഇനി ഇതൊന്നും അനുഭവിച്ചു തരാൻ പറ്റില്ല. 2 ദിവസം സമയമുള്ളൂ, പറഞ്ഞു കഴിഞ്ഞു. 2 ദിവസം കൊണ്ട് പൈസ തന്നില്ലെങ്കിൽ വാതിലും പൊട്ടി പൊക്കോളണം ഇവിടുന്ന്. ഇപ്പൊ എന്തിനാ സാറേ ഒച്ച ഉണ്ടാക്കുന്നേ? വാടക തരുന്നില്ലെന്ന്. പാവം അവളെ ഭർത്താവില്ലത്തിന് കഷ്ടത്തിലിരിക്കുക. ഈ സമയത്താണോ അവളെ ഉപദ്രവിക്കുന്നേ? നിങ്ങൾക്ക് വാടകയല്ലേ വേണ്ടത്? ഇതാ പിടിച്ചോ. ബാക്കി ഈ മാസം ലാസ്റ്റ് തരാം, ഞാൻ തന്നോളാം. അവനെ പോവാൻ പറ പിച്ചക്കാരൻ. ദിയ, ഒരു പ്ലേറ്റ് പോയി എടുത്തിട്ട് വാ. മമ്മി ഒന്നും പറയത്തില്ല, നീ പോയി എടുത്തിട്ട് വാ. ദിയ, 2 പ്ലേറ്റ് എടുത്തിട്ട് വാ. ഇവിടെ നോക്ക്, എത്ര നാള് കഴിഞ്ഞാലും ഒന്നും മാറാൻ പോകുന്നില്ല. എല്ലാം മനസ്സിന്റെ ഒരു സൈഡിൽ വെച്ചിട്ട് അടുത്തത് എന്താന്ന് ആലോചിക്കണ്ടേ. കാലം എല്ലാത്തിനെയും മായ്ക്കും. ധൈര്യമായിട്ടിരിക്കെ. ഇഡ്ലി കഴിച്ചാലോ? നീയും കഴിക്ക്. എനിക്ക് വിശക്കുന്നില്ല. നീ വിഷമിക്കുന്നതോ ബുദ്ധിമുട്ടുന്നതോ ഒന്നും വയറിന് അറിയില്ല. അതെല്ലാം അതിന്റെ ജോലി കറക്റ്റ് സമയത്ത് ചെയ്യാൻ നോക്കും. വിശപ്പ് മാറ്റുന്ന ഒരേ ഒരു മരുന്ന് പണം മാത്രമാണ്. നമ്മളെ കാര്യം വിട്ടേക്കേ. ആ ചെറിയ കുഞ്ഞ്, അതിനെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? എല്ലാം മറന്നിട്ട് നീ ദിയയ്ക്ക് വേണ്ടി ജീവിച്ചേ മതിയാകും. അത് നീ ആലോചിക്കേ. ആരാണ് നീ? അച്ഛാ. അച്ഛനോ? ആരുടെ അച്ഛൻ? എന്റെ മോള് മരിച്ചിട്ട് 5 വർഷമായി. അച്ഛാ, അങ്ങനെ പറയല്ലേ. മര്യാദയ്ക്ക് പൊക്കോടുന്നു. അച്ഛാ. നീയായിട്ട് പോകുന്നുണ്ടോ ഇല്ല നിന്റെ കഴുത്ത പിടിച്ച് വെളിത്തള്ളണോ? ആരാത്? ആരോ വഴിപോക്കരാ. അഡ്രസ് മാറി വന്നതാ. ചിത്രങ്ങൾ കരഞ്ഞ് കണ്ടതുണ്ടോ? ദൈവശീലയൊന്നും തെരുവിൽ കണ്ടതുണ്ടോ? നേരറ്റ മരം കൂടെ വീണ്ടും മുളയ്ക്കും. ഒറ്റയമിവൾക്ക് തുണയില്ലയോ? കണ്ണീരേ ഭൂമിയുണ്ട്, കണ്ണീരില്ല പെണ്ണുണ്ടോ? ദൈവമേ, മരവിച്ച മനവും തളരും ദേഹവും ഈ വിധി മാറുമോ? ദൈവമേ. ആ പോകുന്ന ആരാന്ന് മനസ്സിലായോ? ആ വീട്ടിലാളെ മോളല്ലേ? അതൊക്കെ ഇപ്പോ രാജ്യദ്രോഹി ഭാര്യ നമ്മുടെ രാജ്യം ഇവിടെയൊക്കെ തീറ്റിപ്പോറ്റിയിട്ട് നമുക്കിട്ട് തന്നെ പണി തരാൻ നോക്കുക. ഇത് നീളുമോ? വ്യഥ തീരുമോ? പഴി മാറുമോ? ദൈവമേ, ചെറുതായവൾ അഴൽ മാറുമോ? കര ചേരുമോ? ദൈവമേ, ദൈവമേ, കഥ മാറുമോ? ദൈവമേ, ദൈവമേ, കര ചേരുമോ? ദൈവമേ. ദിവ്യ, എവിടെ പോയിട്ട് വരുന്നയാ? ഒന്ന് കടയിലേക്ക് പോയതാ. കാവ്യ,
എന്നെ കൊണ്ട് പറ്റുന്നില്ല. നീ എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി ശരിയാക്കി താ. സർ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഫ്രണ്ട് ഒരുപാട് കഷ്ടപ്പെടാന്ന്. ആ ജോലി ചോദിച്ചത് ഈ പെൺകുട്ടിക്ക് വേണ്ടിയാ. അതാ സർ. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? BA ചെയ്തിട്ടുണ്ട് സർ. കമ്പ്യൂട്ടർ ബില്ലിംഗ് ഒക്കെ അറിയോ? പറഞ്ഞെന്നാ ചെയ്യാം സർ. ഓക്കെ, എനിക്കും കൗണ്ടറൊക്കെ നോക്കാൻ ഒരാളാവശ്യമുണ്ട്. 12,000 രൂപ ശമ്പളം. ഓക്കെ ആണെങ്കിൽ നാളെ രാവിലെ മുതൽ ജോലിക്ക് വന്നോ. ഓക്കെ സർ. ഓക്കെ സർ, താങ്ക് യു സർ. ഇതാ സർ. മമ്മി ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഇപ്പൊ വരാം. ഓക്കേ. അത്രയല്ലേ ഉള്ളൂ സർ? ആ അത്രേ ഉള്ളൂ. സർ, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. ആ ശരി, പോയിക്കോ. താങ്ക് യു സർ. ദിയ, ദിയ. ലവ് മാരേജ് ആണോ? സന്തോഷമായിട്ട് ജീവിക്ക്. അനിയ, നന്നായി വായിച്ചിട്ട് ഒപ്പിട്ടാ മതി. നിങ്ങളെ എനിക്ക് വിശ്വാസമാണ് സാർ. ഇയാളുടെ ഭാര്യ അടുത്തുനിന്ന് ഒരു ഒപ്പ് വാങ്ങിച്ചോ? ഇതാ മാഡം. എല്ലാ മാസവും 5-ാം തീയതിന്റെ മുന്നേ പലിശ വന്നാൽ നിങ്ങൾക്ക് എപ്പോഴും ചേട്ടനെ ചിരിച്ചോണ്ട് തന്നെ കാണാം. നിങ്ങളെ കാണാൻ മഹാലക്ഷ്മിയെ പോലെ ഉണ്ട്. നിങ്ങളെ കൈകൊണ്ട് തന്നെ അങ്ങ് വാങ്ങിച്ചോളൂ. താങ്ക് യു സർ. നിങ്ങളുടെ മോളാണോ? അതെ സർ. കാണാൻ നല്ല സുന്ദരിയാട്ടോ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, നിങ്ങളത് നോക്കി ചെയ്യണ്ടേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം പെരുമാളെ. ആ, നന്നായിരിക്കട്ടെ. ശരി, പോയിട്ട് വരട്ടെ. ആ, സർ, സർ, എന്റെ എന്തൊക്കെയാ മോൾ മേഡം? എവിടെ? എന്റെ മോൾ എവിടെ സർ? നിന്റെ മോക്ക് ഒരു കുഴപ്പമില്ല. സർ, ദിയ എവിടെയാ സർ? എന്റെ പൈസ തന്നിട്ട് നിന്റെ മോളെയും കൂട്ടി പോ. സർ, ഇപ്പൊ എന്റെ കയ്യിൽ പൈസ ഇല്ല. കുറച്ചുകൂടെ സമയം തരണം. ഞാൻ ഉറപ്പായും തരാം സർ. എത്ര ദിവസം കൊണ്ട്? 6 മാസമായി. പലിശ പോലും കിട്ടിയിട്ടില്ല. എന്നെ കണ്ട പാങ്ങൾക്കൊക്കെ അന്നദാനം കൊടുക്കാൻ നിൽക്കുന്നവരാണെന്ന് വിചാരിച്ചോ നീ? പൈസ തന്നിട്ട് നിന്റെ കുട്ടിയെ വിളിച്ചോണ്ട് പോ. ഞാൻ സാറിന്റെ കാല് പിടിക്കാം പ്ലീസ് സർ. എന്റെ മോളെ ഇനി താ പ്ലീസ്. 2 ദിവസം കൊണ്ട് എന്റെ പൈസ കിട്ടണം. ഇല്ലെങ്കിൽ നിന്റെ മോളെ അങ്ങ് പറഞ്ഞേക്കും. തായ്ലാൻഡില് നല്ല വില കിട്ടും അവൾക്ക്. നിന്റെ മോൾക്ക്. ഞാൻ പോലീസിൽ പരാതി കൊടുക്കും. പോലീസോ? ഓ ഓടി. നീ പറഞ്ഞ പോലീസ് ഇവിടെ വന്ന് എന്റെ കാശും വാങ്ങി വാലാട്ടി നിൽക്കുക കണ്ടല്ലേ നീ? നീ തിരിച്ചു വരുന്നവരെ നിന്റെ മോള് നന്നായിട്ടിരിക്കുന്നൊന്നും എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കാതിരുന്നാ നല്ലത്. ദിവ്യ, എന്തിനാടി കരയുന്നേ? എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങേരെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ടിട്ട് പോയി. ഞാനും എന്റെ ജീവിതം അവസാനിപ്പിച്ചാലോ? ഇടയ്ക്ക് മരിച്ചല്ല ശരിയാവൂന്നാ? ഞാൻ ജീവിക്കുന്നത് ദിയയ്ക്ക് വേണ്ടിയാ. അവളെ അവന്മാര് കൊണ്ടുപോയി. അവൾക്കൊന്നും സംഭവിക്കില്ല, അവള് തിരിച്ചു വരും. എങ്ങനെ? എന്നെ കൊണ്ട് എങ്ങനെ അത്രയും പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റും? അതൊക്കെ ശരിയാക്കാം. എങ്ങനെ? ദിവ്യ, ഞാൻ എവിടെയാ ജോലി ചെയ്യുന്നതെന്ന് നിനക്കറിയോ? നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഞാൻ കോൾ സെന്ററിലല്ല ജോലി ചെയ്യുന്നത്. ആക്ച്വലാ ഞാനൊരു കോൾ ഗേളാ. എന്റെ കുടുംബത്തിന് വേണ്ടി അവരെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയൊന്നും കിട്ടിയില്ല. ഇവിടെ ഒരു സാധനം കൊടുത്താലേ ഒന്ന് കിട്ടുള്ളൂ.
എല്ലാം ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. അതാണ് സത്യം. ഇവിടെ നീ ഒന്നും നഷ്ടപ്പെടുത്താൻ തയ്യാറല്ലെങ്കിൽ നിനക്കൊന്നും കിട്ടത്തുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്നത് ന്യായമാണ്. എൻ്റെ ഫാമിലിയിൽ എല്ലാവരും സന്തോഷമായിട്ടായിരിക്കുന്നേ. ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ തെറ്റില്ല എന്നാ ഞാൻ പറയുന്നേ. ഞാൻ പോവാ. ഇതാ ഇതിട്ടോ. നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് വെച്ചിട്ടാണ് നമുക്ക് എത്ര റേറ്റ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഫാമിലി ഗേൾ എന്ന് വെച്ചാൽ ഒരു റേറ്റ്, കോളേജ് ഗേൾ എന്ന് വെച്ചാൽ അധികമാണ്, മോഡൽസ് എന്ന് വെച്ചാൽ പിന്നെ പറയേ വേണ്ട, വേറെ ലെവലാണ്. പുതിയതിന് വേണ്ടി ഇവിടെ ക്യൂ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കുമാറിന് നിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവൻ നിന്നെ വിളിക്കും. പേടിക്കണ്ട, ഒന്നും പറ്റില്ല. എന്തുണ്ടെങ്കിലും എന്നെ കോൾ ചെയ്യണം. പെട്ടെന്ന് റെഡിയാവോ. പറയൂ കുമാറേ. ഏതോ പുതിയ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? എന്താ സ്ഥിതി ഇപ്പോ? റെഡിയാണോ? ആ റെഡിയാ. പിന്നെ കുമാറേ, വേറെ വഴിയില്ലാത്തോണ്ട് വരുന്നേ, ചില്ലറൊന്നും കൊടുത്ത് വിടരുത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ, നീ പേടിക്കണ്ട. ഹലോ, ദിവ്യാണോ? കാവ്യാണ് നിങ്ങളുടെ നമ്പർ തന്നത്. നിന്റെ വീടിന്റെ അടുത്തുള്ള ജംഗ്ഷനില് റെഡ് കളർ കാറിൽ പാർട്ടി വന്ന് നിന്നെ പിക്കപ്പ് ചെയ്തോളും. എന്തേലും പ്രശ്നമുണ്ടേ ഉടനെ തന്നെ എന്നെ വിളിച്ചറിയിച്ചാൽ മതി. ഞാൻ ഈ ഫോണ് എന്റെ ചെവിയുടെ അടുത്ത് തന്നെയാ വെക്കാറ്, മനസ്സിലായല്ലോ? ശരി, വെക്കട്ടെ. ഓ, ഇത് ആദ്യം ഊരി വെക്കണല്ലോ. ശേ, ഈ പാത എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പോയേ പറ്റൂ, എന്റെ ദേഹിക്ക് വേണ്ടി. ദിയ, നാളെ ഈ ലോകം എന്നെക്കുറിച്ച് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. നീ എന്നെ വിശ്വസിക്കണം, അത് മാത്രം മതി എനിക്ക്.
റെസ്റ്റ് റൂം എവിടെയാ? ആ സൈഡിൽ. നീയായിട്ട് പോകുന്നുണ്ടോ ഇല്ല നിന്റെ കഴുത്ത പിടിച്ച് വെളിത്തള്ളണം. 2 ദിവസം കൊണ്ട് എന്റെ പൈസ കിട്ടണം, ഇല്ലെങ്കിൽ നിന്റെ മോളെ അങ്ങ് മറന്നേക്കും. എല്ലാം നീ മറന്നിട്ടേ ദിയയ്ക്ക് വേണ്ടി ജീവിച്ചേ മതിയാവും.